ദുബായിൽ ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റെൻ്റൽ ഇൻക്രിമെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദുബായിൽ ഡിമാൻഡ് കൂടുന്നത് കൊണ്ടാണ് റെൻ്റൽ ഇൻക്രിമെൻറ്റ് കൂടുന്നത്. അതായത് നിങ്ങൾ റെൻറ്റിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതിൽ വേറെ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദുബായ് ഇത് അവരുടെ കൺട്രിയാണ്, എമിറാത്തി കൺട്രിയാണ്. അവരെന്ത് ചെയ്യുന്നത്, അവരെപ്പോഴും ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ആൾക്കാരെ എങ്ങോട്ട് ക്ഷണിച്ച് കൊണ്ടുവരുന്നു, ഫോറിൻ ട്രേഡ് ഇൻക്രീസ് ചെയ്യുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു. അതിനനുസരിച്ച് അവർക്കുള്ള ഷിഫ്റ്റ് ആവുന്നതിനനുസരിച്ച് പ്രോപ്പർട്ടീസ് ഇല്ല, ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പ്രോപ്പർട്ടീസ് ലോഞ്ച് ആവുന്ന അപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ ദുബായിയുടെ ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ വളരുക. എല്ലാ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വൈഫ് വർക്ക് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ. നിങ്ങളുടെ ചിലവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളെ വരുമാനം കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ദുബായിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇൻകം കൂട്ടാൻ ശ്രമിക്കുക. അതായത് ഒന്ന് വൈഫ് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ സ്കില്ല് വളർത്താൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഇടത്തരം കുടുംബക്കാർക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ യൂറോപ്യൻ കൺട്രി പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡിമാൻഡ് കൂടുതലാവും, അതുപോലെ തന്നെ വീണ്ടും റെൻറ്റ് ഇൻക്രീസ് ആവും, അതുപോലെ തന്നെ അപ്രിസിയേഷൻ വരും. കാര്യം ഇത് യങ് റിയൽ എസ്റ്റേറ്റ് ആണ്, ഇപ്പോൾ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. വിത്തിൻ 20 ഇയേഴ്സിനുള്ളിൽ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇനി ഇത് കുറേ മുകളിലോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് കണ്ട് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ.